അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു. അപ്പോ ഇന്നത്തെ ഗസ്റ്റ് റഷീദ മാം ആണ്. റഷീദ മാം ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ കേട്ടോ, സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ റഷീദ, തൃശ്ശൂരാണ് സ്വന്തം വീട്. ജോലി ചെയ്യുന്നത് പാലക്കാട്. ഇപ്പൊ പാലക്കാടാണ് താമസിക്കുന്നത്. ഓക്കെ മാം, ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിന് മുന്നേ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു. അതായത് നമുക്ക് ഒരു കാര്യം നടക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും അതിനെ അങ്ങോട്ട് ഉറപ്പായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ടെൻഷനുള്ള ആളായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുക. പിന്നെ എനിക്ക് തല മുതൽ കാലിന്റെ പെരുവിരൽ വരെ ഒരു വേദന ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഇതിലേക്ക് വരുമ്പോൾ ഇന്റൻഷനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ വേദന ഞാൻ എൻ്റെ ഇപ്പോഴത്തെ നിലവിലെ കറണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷം ഒരു ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ചിരിക്കണ ആ ഒരു സമയത്താണ് ഞാൻ കറണ്ട് ട്രോമ ഹീൽ ചെയ്യാൻ, എന്താ പറയാ, ഫിനാൻസിന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് ഞാൻ ഈ EFTയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, ഹെൽത്ത് വൈസും ഫിനാൻസും ആയിരുന്നു മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലേ? ഇത് ഡെയിലി ലൈഫിനെ നന്നായിട്ട് അഫക്ട് ചെയ്തിരുന്നോ? തീർച്ചയായും. കാരണം നമുക്ക് പ്രസന്റിലുള്ള മൊമെന്റ്സ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മുടെ, എന്താ പറയാ, എന്താകും എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിരുന്നത്. പിന്നെ എന്താ പറയാ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡും മിറർ പ്രാക്ടീസും ഫോർഗീവ്നെസ്സും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അത് എത്രത്തോളം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലായത് ഈ EFTയിൽ വന്നതിന് ശേഷമാണ്. അത് മുന്നേ പ്രാക്ടീസ് ചെയ്തിരുന്നു, ടാപ്പിംഗ് അല്ലാതെ? ടാപ്പിംഗ് അല്ലാതെ ഞാൻ പല ചാനലിലൂടെയും പല കോഴ്സുകളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു കംപ്ലീഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ എൻ്റെ ഈ ഫിനാൻസിന്റെ പ്രോബ്ലം ഇങ്ങനെ തുരുതുരെ ഇങ്ങനെ റിപ്പീറ്റഡ്ലി, ഞാൻ നന്നായി ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എനിക്ക് ബാധ്യതകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. എനിക്കൊരു സമാധാനം ഫിനാൻസിന്റെ കാര്യത്തിലില്ല. അത് സമാധാനമായാലാണ് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ EFT എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ സാഹചര്യവും സമയവും ഒത്തു വന്നപ്പോ ഞാൻ ഇങ്ങനെ ഇതിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടായത്. മാമിന്റെ വർക്ക് എന്താണ്? ഞാൻ റവന്യൂവിലാണ് വർക്ക് ചെയ്യുന്നത്. ഗവൺമെന്റ് ജോലിയാണ് മാഡം. എങ്ങനെയാണ് EFT കോഴ്സിനെ പറ്റിയിട്ട് അറിഞ്ഞത്? ഞാൻ ഒരു വർഷം മുമ്പ് വേറൊരു മെന്ററുടെ കീഴിൽ ഞാനൊരു ചെറിയ പറഞ്ഞ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് മിറർ പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവര് ജീവിതത്തില് കടുത്ത പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് വന്ന ആളാണ്. അവർക്ക് ഈ ഷാഫി സാറിന്റെ ചാർജ് എന്ന ഒരു പ്രോഗ്രാമിലൂടെയാണ് അവര് ജീവിതത്തിലേക്ക് വന്നതും അവരിപ്പോൾ ഒരു സെലിബ്രിറ്റിയുമാണ്. അപ്പോ അന്ന് മുതൽ ഞാൻ ഈ ഷാഫി സാറിന്റെ ഈ പേജ് ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ട് പിന്നെ നിങ്ങളുടെ ലിങ്കിൽ കയറി അന്ന് മുതൽ ഞാൻ ഈ മോർണിംഗ് മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 year ആയിട്ട് ഞാൻ ഈ മോർണിംഗ് മെഡിറ്റേഷനിൽ ജോയിൻ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അവരെയാണ് ഫോളോ ചെയ്തു പോയിരുന്നത്. പക്ഷെ അവര് EFT ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാന നിമിഷത്തിലാണ് ഞാൻ EFTയിലേക്ക് വന്നത്. മാമിന് EFT ചെയ്യണം എന്ന് തീരുമാനിച്ചത് എപ്പോഴാണ്? എന്താണ് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്? കൂടുതൽ പ്രശ്നം വന്നത് എൻ്റെ മകൻ ഒരു ഉയർന്ന കോഴ്സിന് പുറത്ത് പഠിക്കുകയാണ്. ആ സമയത്ത് അവന് ഒരു ഡെഡ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് 3 ടൈമായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടിയിരുന്നത്. 2 ടൈം ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ ഫീസിന് വേണ്ടി നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടും അവിടെ നിന്ന് അപ്രൂവൽ ആവുന്നുണ്ടായിരുന്നില്ല. ഡെഡ് ലൈന് മുമ്പ് അത് പാസ്സാവുമോ ഇല്ലയോ, നമ്മൾ ഉദ്ദേശിച്ച പൈസ കിട്ടുമോ ഇല്ലയോ, ആ ഒരു ആശങ്കയിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും. എപ്പോഴും എനിക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് കയറും,
എൻ്റെ ശരീരത്തിന്റെ കണ്ടീഷൻസ് ഒക്കെ മോശമാവും. ആ അവസ്ഥയിലാണ് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇതിന്റെ പുതിയ കോഴ്സ് തുടങ്ങുന്നത് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ആ ഒരു ഇന്റൻഷൻ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ജോയിൻ ചെയ്തത്. സോറി. ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു ഇന്റൻഷൻ ആകും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ? എന്തെങ്കിലും ഡൗട്ട്? ഉണ്ടായിരുന്നു. ഇതിൽ എങ്ങനെയാണോ ഈ പ്രോഗ്രാം പോകുന്നത് അത് ഫുള്ള് ഉൾക്കൊണ്ടുകൊണ്ട് എന്താ പറയാ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പോ ആ ഒരു 12 days ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തപ്പോൾ മാമിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? 12 ദിവസത്തെ ക്ലാസ് നോമ്പിന്റെ ഇടയിലായിരുന്നു. അപ്പൊ അതൊന്ന് പുലർച്ചെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സില് നമുക്ക് തിയറികൾ പറഞ്ഞു തരിക, അതിന്റെ ഇടയിൽ ഒരു 3 ദിവസത്തെ സെഷൻ കഴിഞ്ഞപ്പോൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ അത് എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറന്റ് ട്രോമാസ് എടുക്കുമ്പോൾ വലിയ പ്രോബ്ലംസ് എടുക്കരുത്, ചെറിയ പ്രോബ്ലംസ് എടുത്ത് നമ്മളത് ചെയ്ത് നമുക്ക് ഒരു അപ്പൊ തന്നെ അത് ഹീലാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 12 ദിവസത്തെ ക്ലാസ് എന്താ പറയാ, പിന്നെ നമുക്ക് അതിന്റെ റെക്കോർഡിങ്സും പിന്നീട് അയച്ചു തരുമല്ലോ. അത് രണ്ടാമത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അത് ഇഫക്റ്റ് ആവുന്നത്. ആദ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഇരിക്കുന്നത്. 12 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിന്റെ റെക്കോർഡിങ്സ് അയച്ചു തരുമ്പോൾ ഒന്നുകൂടി ഭയങ്കര ഡെപ്ത് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അതിനകത്ത് പിടികിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ. മാമിന്റെ മെന്റർ ആരായിരുന്നു? എന്റെ മാഡം ഹാജറ മാം ആയിരുന്നു. ഹാജറ മാമിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു 30 days? ഈ 12 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വിചാരിച്ചിരുന്നത് ഈ കോഴ്സ് 12 ദിവസം ഉള്ളൂ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂവേഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഈ 12 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊരു പേഴ്സണൽ മെന്ററിനെ തരികയാണ്. മെന്ററിനെ തരിക മാത്രമല്ല, അവര് നമ്മളെ വിളിച്ച് ഒരുപാട് സമയം സംസാരിക്കും. നമുക്ക് ഹീലിംഗ് സെഷൻസ് നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഡേ മാഡം എന്നെ വിളിച്ചന്ന് ഒരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഞാൻ മാഡത്തിന്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയത്. അന്ന് മാഡത്തിന്റെ അടുത്ത് സംസാരിച്ച് ആ കോൾ അവസാനിക്കുന്ന സമയത്താണ് നമ്മള് പ്രശ്നമില്ല എന്ന് മനസ്സിൽ കരുതി നടന്നിരുന്ന ഒരു കാര്യം എത്രത്തോളം എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു എന്നും ഞാൻ അന്ന് പൊട്ടിക്കരയാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ മാഡം എന്നെ വിളിച്ചപ്പം. അതായത് അത്രയും ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്നാ അങ്ങനെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളല്ല. ഞാൻ അത്രത്തോളം സ്ട്രെസ് ഒരു പാസ്റ്റിലെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ അത്രത്തോളം ഹർട്ട് ചെയ്തിരുന്നു എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അങ്ങനെ പല ഫീൽഡിലും, ഒരു കാര്യമല്ല, അങ്ങനെ പല കാര്യങ്ങളായിട്ട് നമുക്ക് പടിപടിയായിട്ട് മനസ്സിലാക്കി തന്നു. പിന്നെ എന്താ, മാഡത്തിന്റെ സപ്പോർട്ട് വളരെ എന്താ പറയാ, എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു. ആ സമയത്ത് എനിക്കത് അത്യാവശ്യമായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്, ഞാൻ വിചാരിക്കണമെന്നല്ല പറയാൻ പറ്റണത്. അങ്ങനെ മാമിന് എന്തൊക്കെയാണ് വേറെ അവയർനെസ് കിട്ടിയത്? എന്തെങ്കിലും ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടായിരുന്നോ? അത് ബ്രേക്ക് ആയിട്ടുണ്ടോ? ഓ മാഡം, തീർച്ചയായിട്ടും. ഞാനിപ്പോ ഗ്രാറ്റിറ്റ്യൂഡ്, മിറർ പ്രാക്ടീസ്, ഫോർഗിവ്നെസ് ഒക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതിന്റെ ഡെപ്തിലേക്ക് വന്നത് EFT ചെയ്തപ്പോഴാണ്. കാരണം EFT ചെയ്യുമ്പോൾ നമ്മളിപ്പോ കറന്റിലേ ഉള്ള ഒരു പ്രശ്നം എടുക്കാൻ പറഞ്ഞ് അത് എടുക്കുമ്പോൾ നമുക്ക് ഒരാളെ കുറിച്ച് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് അയാളോടുള്ള ഒരു ഇമോഷൻ നമുക്ക് വരുമല്ലോ. ആ ഇമോഷൻ വരുമ്പോൾ തന്നെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് നമുക്കൊരു പെയിനും ഫീൽ ചെയ്യുന്നു. അതൊക്കെ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് ഈ കാര്യങ്ങൾ, അതായത് കറന്റിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ ഫിനാൻസിന്റെ പ്രശ്നങ്ങളോ, ഇതൊക്കെ നമ്മൾ EFTയിലെ ടാപ്പിങ്ങിൽ ഒരു സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് ചെയ്തു വരുമ്പോഴാണ് എൻ്റെ പതിയെ 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 ഞാൻ ഒരു 2, 3, 4, 5 ദിവസത്തെ ടാപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഈ വലത് കൈയുടെ 5 വിരലിനും എനിക്ക് വേദനയായിരുന്നു. എനിക്കതൊന്ന് അനക്കാനോ ഇതൊന്നും മടക്കാനോ പൊട്ടിക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഫസ്റ്റ്ലി ഹീലായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഈ വലത് കൈയാണ്. കാരണം ഞാൻ ഇതൊരു ന്യൂറോനെ കാണണം, എനിക്കെന്തോ ന്യൂറോ പ്രോബ്ലം ആണ്, പാരാലിസിസ് വരാൻ പോവാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീടാണ് അറിയുന്നത് നമ്മുടെ ഇമോഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കെട്ടിക്കിടക്കുമ്പോഴാണ്
നമുക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാവുന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അതെനിക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ടൊരു ആത്മവിശ്വാസം തന്നു. അതായത് നമ്മൾക്ക് ഈ FT-യിലൂടെ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആവുന്നുള്ളത്. ഞാൻ വന്നത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് എൻ്റെ ഹെൽത്ത് കണ്ടീഷനും കൂടി വളരെയധികം ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. ഞാനിപ്പോൾ ഫിസിക്കലി എനിക്കുണ്ടായിരുന്ന ആ അസിഡിറ്റി പ്രോബ്ലം അതെനിക്ക് തീരെയില്ല. കാരണം നമുക്കിപ്പോ എങ്ങനെയാണ് ഇപ്പോൾ കറണ്ടിൽ ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ അത് ഹീൽ ചെയ്യണ്ടേന്ന് അറിയാം. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും. ഹെൽത്ത് ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇതിൽ ഹീൽ ആക്കപ്പെട്ടത്? ഹെൽത്ത് ഇഷ്യൂസ് മെയിൻ ആയിട്ട് എനിക്ക് ടെൻഷൻ വരുമ്പോ ഈ വയറ് വീർക്കുക, ഛർദിക്കുക, ഗ്യാസിന്റെ ഒരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് മെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതില്ല. പിന്നത്തെ കാര്യം, ഈ മാഡം നമുക്കൊരു 21 ഡേയ്സ് നമുക്കൊരു പ്രാക്ടീസ് തരും. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണല്, പിന്നെ അഫർമേഷൻ, അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഈ 21 ഡേയ്സ് എഴുതിയ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് 21ാമത്തെ ദിവസം എനിക്കത് എന്താ പറയാ നടന്നു എന്നുള്ളതാണ് ഏറ്റവും മാജിക്കലായിട്ടുള്ള കാര്യം. 21ാമത്തെ ദിവസം എൻ്റെ മകന്റെ ഫീസ്, അതായത് ഡെഡ് ലൈനിന് മുമ്പായിട്ട് വിചാരിച്ച പൈസ അപ്രൂവ് ആവുകയും എനിക്കത് മകന് അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അവന് ആ കറക്റ്റ് ഡെഡ് ലൈന് മുമ്പായിട്ട് എനിക്ക് അവിടെ പൈസ എത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും, ഞാൻ അഡ്വാൻസ് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയത് അതായിരുന്നു. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സന്തോഷം. അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വാട്ട് ക്യാൻ ഹാപ്പൻ ബെറ്റർ ദാൻ ദിസ് അല്ലേ? ഇതേപോലെ എന്തെങ്കിലും വേറെ മിറാക്കിൾസോ ചേഞ്ചസ് എന്തൊക്കെയാണ് മാം ഫീൽ ചെയ്തത്? വേറെ മിറാക്കിൾസ് ഫീൽ ചെയ്തത് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, തലയുടെ മുകളിൽ നിന്ന് പെരുവിരൽ വരെ, വലത് കാല് വരെ എനിക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ കംപ്ലീറ്റ്ലി അത് ഹീലായി. എൻ്റെ കാലൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ട് അനക്കി നോക്കും. എൻ്റെ കാല് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഞാൻ ഇതിനു വേണ്ടി പൈസ ചെലവാക്കാൻ ഒരുപാട് പൈസ ചെലവ് വരും. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നിരുന്നതാണ്. അപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് മിറാക്കിളായിട്ട് തോന്നിയത് എൻ്റെ ഹെൽത്ത് തന്നെയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസും ഓക്കെ ആവുന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിലെ ഇമോഷൻസ് ആണ് അസുഖങ്ങളായിട്ട് വരുന്നത് എന്നുള്ളത് ഇതിൽ വന്നപ്പോൾ ഒരു തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. അങ്ങനെ ഇതില് ഒരുപാട് ടൂൾസുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാം പറഞ്ഞല്ലോ സെൽഫ് ലവ്, ഫൊർഗിവ്നെസ്, പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് കൂടുതൽ മാമിന് ഇഷ്ടമായ ഒരു പ്രാക്ടീസ് ഏതാണ്? മിസ്സാകാതെ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൂൾ ഏതാണ്? ഞാൻ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായ ടൂള് ട്രോമ ഹീലിംഗ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് കറണ്ടില് ഒരാളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ, അയാൾ ചെയ്തൊരു ആക്ഷൻ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് വരുന്ന സങ്കടം, ആ സങ്കടത്തിലൂടെ ഉണ്ടാകുന്ന വേദന, അത് നമുക്ക് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിലെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഹീലിംഗ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓരോ പ്രായത്തിലൂടെ കടന്നു പോകും. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത പോലെയല്ല, ഇപ്പോ നമ്മൾ ചൈൽഡ്ഹുഡ് ട്രോമയിലേക്ക് പോകുമ്പോൾ കറണ്ടിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പണ്ട് അനുഭവിച്ചതായിട്ട് എനിക്ക് പലയിടത്തും ടാപ്പ് ചെയ്യുമ്പോൾ എനിക്ക് വന്നു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ നിസ്സാരമായി കരുതിയ കാര്യങ്ങളാണ്. പക്ഷെ അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിനെ ഹർട്ടാക്കിയ കാര്യങ്ങളായിരുന്നു അതെന്ന് എനിക്ക് FT-യിൽ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇപ്പൊ ഞാൻ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ റൂട്ട് കോസ് ആണ് എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പത്തെ കോഴ്സുകളിലൊക്കെ ഈ റൂട്ട് കോസ് എന്നൊക്കെ പറഞ്ഞിരുന്നാലും എൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതില് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല ഇൻസിഡൻസ് എൻ്റെ കുട്ടിക്കാലം ഒരു ചിത്രം പോലെ എനിക്കിങ്ങനെ വന്നുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ നമ്മളെ മനസ്സിന് മുറിവേറ്റിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നതും. ഓർമ്മയിൽ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നു. മാമിന് അനുഭവിച്ച ഫസ്റ്റ് ചേഞ്ച് എന്തായിരുന്നു? എനിക്ക് ഈ ടാപ്പിംഗ് ചെയ്തിട്ട് എനിക്ക് ഈ മാറ്റം വരുന്നുണ്ട്, അത് എങ്ങനെയാണ് ആ ചേഞ്ച് ഫീൽ ചെയ്തത്? ഫസ്റ്റ് ചേഞ്ച് എപ്പോഴാണ് ഫീൽ ചെയ്തത്? ഞാൻ സത്യം പറഞ്ഞ ഫസ്റ്റ് ഹീലിംഗ് 3 ദിവസം കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ ഷാഫ് സാറ്. അപ്പൊ അന്ന് സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും എടുക്കരുത്, ചെറിയ ചെറിയ സംഭവങ്ങൾ എടുത്തിട്ട് ചെയ്താൽ മതി, വലുതെടുത്താ നിങ്ങൾ ഇടങ്ങേറായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ സാറിന്റെ
ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഈ ഹീലിങ്ങിന്റെ ഫസ്റ്റ് ഡേ ഞാൻ ഭയങ്കര എന്താ പറയാ ഇതിന് വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ആങ്സൈറ്റിയോട് കൂടി ഇരിക്കുന്ന സമയത്താണ് അതിന്റെ തലേദിവസം രാത്രി വീട്ടിൽ നിന്ന് കോള് വരുന്നത്. എൻ്റെ അമ്മായി ബാത്റൂമിൽ തലയടിച്ചു വീണു, അമ്മായിയുടെ ഒരു ഭാഗം തളർന്നു, അമ്മായി മിണ്ടുന്നില്ല, അപ്പോൾ നിങ്ങൾ വേഗം പോന്നോളി, സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്യുന്നില്ല, അപ്പൊ അത് അമ്മായിനെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വേഗം പോന്നോളി എന്ന് പറയുമ്പോൾ എനിക്ക് അന്ന് രാത്രി തന്നെ പോകണമായിരുന്നു. പക്ഷെ രാവിലെ EFT ടാപ്പിംഗ് തുടങ്ങുകയാണ്. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ ഞാൻ ഇരിക്കണേ. അപ്പൊ അന്നത്തെ ടാപ്പിങ്ങില് ഫസ്റ്റ് സബ്ജക്റ്റ് ഞാൻ എടുത്തത് അമ്മായിനായിരുന്നു. അത് നമ്മുടെ എനർജീനെ നന്നായിട്ട് ബാധിക്കും എന്ന് അറിഞ്ഞിട്ട് കൂടി ഞാൻ അമ്മായിനെ ആ ഒരു ഇന്റൻഷൻ വെച്ചു. എനിക്ക് ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ ഓർമ്മയുള്ള അമ്മായിനെ കാണണം, പഴയ പോലെ അമ്മായിനെ തിരിച്ചു കിട്ടണം. മാത്രമല്ല അമ്മായിനെ ഞാൻ എൻ്റെ ഈ പാലക്കാട് ജോലി സ്ഥലത്തുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, എൻ്റെ കൂടെ നിന്നിരുന്ന അമ്മായിയാണ്. അപ്പൊ ആ അമ്മായിനെ എനിക്ക് പഴയ പോലെ കാണാൻ വേണം, കൊണ്ടുവരികയും വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ടാപ്പിംഗ് ചെയ്തത്. അന്ന് ഞങ്ങൾ ഏകദേശം 9 മണിയായി ടാപ്പിംഗ് കഴിയുമ്പോൾ. ഈ ടാപ്പിംഗ് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഉമ്മാടെ കോള് വരികയാണ്. ഞാൻ ഇന്റൻഷൻ എടുത്തത് അത് തന്നെയാണ്. ഈ ടാപ്പിംഗ് കഴിഞ്ഞ് ഉമ്മാടെ കോള് വന്നിട്ട് പറഞ്ഞു, മോളെ അമ്മായി ഓർമ്മ വന്നു, അമ്മായി സംസാരിച്ചു, ഇപ്പൊ അമ്മായിനെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോ സർജറി ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നിടത്ത് സർജറി ചെയ്യാനുള്ള തീരുമാനം വന്നു. അപ്പോ എനിക്കത് ഭയങ്കര ആ EFT ഫസ്റ്റ് ടാപ്പിംഗ് ഞാൻ എടുത്തതൊരു വലിയ പോയിന്റ് ആണെങ്കിലും അതിനുശേഷം ഒരാഴ്ച എനിക്ക് ഭയങ്കര ഹെൽത്ത് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പൊ ഈ ടോക്സിൻസ് റിലീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് EFT ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിൽ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഓവർകം ചെയ്തു. അങ്ങനെ ഓക്കെ. അപ്പം ഈ ഒരു പ്രാക്ടീസുകൾ ചെയ്തപ്പം മാമിന്റെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ അവരെ എന്താണ് ചേഞ്ചസ് അവർക്കൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ കമന്റ്സ് എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം, എൻ്റെ ചെറിയ മകനാണ് എന്നെ എപ്പോഴും ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവന് എൻ്റെ ചെറിയ ടെൻഷൻസ് ഒക്കെ അവനെയും ബാധിച്ചിരുന്നു. അപ്പോ ഇവൻ തന്നെ പറയും, ഉമ്മ ഇപ്പൊ ഭയങ്കര ഹാപ്പി ആണല്ലോ. എന്നിട്ട് അവന് ഈ EFT ചെയ്യുന്നതൊക്കെ നോക്കിയിരുന്ന് അവന് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പം അത് പഠിച്ച് അവനും അതിരുന്ന് ചെയ്യാൻ തുടങ്ങി. മാത്രല്ല എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിൽ വന്ന മാറ്റം പറയുകയാണെങ്കിൽ എൻ്റെ ചെറിയ മകന്റെ കാര്യമാണ് പറയാനുള്ളത്. ഞാൻ എപ്പോഴും അവനെ കുറിച്ച് ആശങ്കയായിരുന്നു എനിക്ക്. അവന് പഠിക്കുന്നില്ല, താല്പര്യമില്ല, പഠിക്കാൻ താല്പര്യമില്ല, ഓതുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പ്രശ്നം. പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവനെ കുറിച്ചുള്ള തോട്ട് വരാത്തത് കൊണ്ടാവാം, എന്താ അറിയില്ല, അവൻ എല്ലാത്തിനും എക്സാമിനൊക്കെ സ്വയം പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഹെൽപ്പില്ലാതെ അവൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യില്ല, സ്വയം പ്രിപ്പയർ ചെയ്തു. കൂടുതൽ എന്താ പറയാ, ഫാമിലി മെമ്പേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും കൂടുതൽ നമുക്ക് ഭയങ്കര പരിഗണനയും ഇതൊക്കെ കിട്ടിത്തുടങ്ങി. അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാം പറഞ്ഞ പല ഇന്റൻഷൻസും ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പൊ ആ ഒരു ഇന്റൻഷൻസ് അല്ലാതെ ഓട്ടോമാറ്റിക്കലി വേറെ എന്തൊക്കെയാണ് ഹീലായി പോയത് ഇതല്ലാതെ? മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാല്, എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ജോലി ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഫിനാൻസ് ബർഡൻ ചെയ്യണ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് ഈ ശരീരത്തിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്, നമുക്ക് ഒറ്റയ്ക്ക് ഭാരം വഹിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പോ ഈ കറന്റ്ലി ഈ സമയത്ത് ഇത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന് നാട്ടിൽ വന്നിട്ട് ഒരു AC കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ആ ജോലി പോയിട്ടിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം ആളെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നില്ല. ഞാൻ ഇത് ജോയിൻ ചെയ്ത ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹത്തിന് വേറെ പുതിയൊരു കമ്പനിയിൽ ജോലി ആയി. അതിന് 3 ദിവസം പോയി കഴിഞ്ഞിട്ടാണ് ആളെൻ്റെ അടുത്ത് പറയണേ, എനിക്ക് അതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്, ഞാൻ നീ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാനാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ഡീൽ ചെയ്തിരുന്നത്. മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എനിക്ക് ആള് ഇങ്ങനെ ഫിനാൻസ് കാര്യങ്ങളിൽ ഒട്ടും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അതിനും ഞാൻ അഫർമേഷൻസ് ഒക്കെ എഴുതിയിരുന്നു. പിന്നെ എന്താ പറയാ, ആളെ ഡെയിലി പൈസ കൊണ്ടുതരാൻ തുടങ്ങി. കൂടുതൽ ഈ കാര്യങ്ങളിലേക്ക് ഒരു ഉത്തരവാദിത്വ ബോധം വന്ന പോലെ എനിക്ക് തോന്നി. ആളെടുത്ത് ഞാൻ എനിക്ക് ഇതിലുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു.
അപ്പൊ ആളും ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പം ഈ കോഴ്സിന് മുന്നേ ചെയ്ത മാമും ഇപ്പൊ ചെയ്യുന്ന ഒരു പുതിയ മാമും ഇപ്പൊ ചെയ്തതിന് ശേഷമുള്ള മാമും അതിന്റെ ഡിഫറൻസ് മെയിൻ ആയിട്ട് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഡിഫറൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുറെ സംഭവങ്ങൾ, എന്താ പറയാ, ട്രോമാസ് നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അത് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഡിഫറൻസ് എനിക്ക് മെയിൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഹെൽത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹെൽത്ത് വൈസ് ഞാൻ ഓക്കെ ആയി. പിന്നെ ഇനി ഫിനാൻസ് വൈസ് ഇപ്പൊ ഞാൻ മകന്റെ ഒരു ഇന്റൻഷൻ വെച്ച് വന്നു, ആ കാര്യം ഓക്കെ ആയി. ഇനി എനിക്ക് കുറച്ച് പ്രോബ്ലം, ഞാനിപ്പോ ഏകദേശം ഇത്ര അധികം സമയമൊന്നും ആയിട്ടില്ല ഇതിൽ വന്നിട്ട്. എന്നാലും എനിക്ക് മെജോറിറ്റി കാര്യങ്ങള് പിടികിട്ടി. ഇനി എനിക്കൊരു കോൺഫിഡൻസും ഒരു എന്താ പറയാ ഒരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ഇതിലൂടെ നമ്മളുടെ ഫ്യൂച്ചർ ആയിട്ടുള്ള നമ്മുടെ ഇന്റൻഷൻസ് ഒക്കെ എന്താ പറയാ അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ളൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇപ്പം ഈ പ്രാക്ടീസസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ബ്രേക്ക് വരാറുണ്ടോ? കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാറുണ്ട് മാഡം. ബ്രേക്ക് വന്നത് ഇപ്പൊ ഇതിനിടയ്ക്കൊന്നും ടോയ്ലറ്റിൽ വീണിട്ട് ഒരു ചെറിയ ഇഞ്ചുറി പറ്റിയപ്പോ മാത്രം. എന്നാലും ഞാൻ ആ ഇഞ്ചുറി പറ്റിയതും ഇതിനകത്തിരുന്ന് തന്നെ ഹീൽ ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് നല്ല ഭേദമുണ്ട്. ലിഗമെന്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ, ശരിക്കും പറഞ്ഞ കാല് നിലത്ത് വെച്ച് നടക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് എന്താ പറയാ, ഞാൻ ഇതിന്റെ ഒപ്പം അതും ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടിട്ട് തന്നെ ഒരുപാട് കണ്ടീഷനിങ്ങും ലിമിറ്റിംഗ് ബിലീഫ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അതൊക്കെ ഈ ജേർണിയിൽ ബ്രേക്ക് ആയിട്ടുണ്ടോ? അതിനെന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ നമ്മള് എന്താ പറയാ കുട്ടികളായിരിക്കുമ്പോൾ നമ്മള് മുസ്ലിംസിന്റെ ഫാമിലിയില് എന്താ പറയാ കൂടുതൽ നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുമല്ലോ. അത് നീ ചെയ്യാൻ പാടില്ല, അങ്ങനെ നീ ചെയ്യാൻ പാടില്ല, നീ പിന്നെ അംബാനിയുടെയും ബിർളയുടെയും മകളല്ല എന്നൊക്കെ ഉള്ളൊരു പറച്ചിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ എഫക്റ്റ് ചെയ്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവണത് നമ്മുടെ ഇപ്പോഴത്തെ കുറെ കാര്യങ്ങളുടെ സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഓ ഇത് അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇത് വന്നത്. അതൊക്കെ നമുക്ക് ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. അത് ഇതിൽ വന്നാലേ മനസ്സിലാവുള്ളൂ. എനിക്ക് എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കുട്ടിക്കാലത്തെ പ്രശ്നങ്ങളും പിന്നെ എന്താ പറയാ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ളതായാലും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ളതായാലും നമുക്ക് ആ സമയത്ത് അത് നമ്മളെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കിതിൽ വന്നാലാണ് മനസ്സിലാവുക. ഇപ്പൊ ഇതിൽ കാണുന്ന ഒരുപാട് പേര് ജോയിൻ ആയിട്ടുണ്ട്. ഇവർക്ക് ചിലരൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടാവും, ഈ കോഴ്സ് എന്താണ്, ഇതിൽ ജോയിൻ ചെയ്താൽ അവർക്ക് റിസൾട്ട് ഉണ്ടാവുമോ എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്നവരുണ്ടാവും. അവരടുത്ത് മാമിന് എന്താണ് പറയാനുള്ളത്? അതെ, ഞാനിപ്പോ ഈ കോഴ്സിൽ വന്ന് 21 ദിവസം കഴിഞ്ഞ് എൻ്റെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ 2-3 സുഹൃത്തുക്കളുണ്ട്, അവരടുത്ത് ഞാനിത് ഷെയർ ചെയ്തു. ഞാൻ അവരടുത്ത് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണം. കാരണം എൻ്റെ ഒരു സുഹൃത്ത്, അവള് ഭർത്താവ് മരിച്ചു പോയിട്ട് 2 ചെറിയ കുട്ടികളുമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവള് ജീവിക്കുന്നത്. അവൾക്കൊരു ജോലിയില്ല. അപ്പോ അവൾക്ക് ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്ന് അറിയാത്ത വിധത്തിലാണ് അവള് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ അവളടുത്ത് പറഞ്ഞു, അവളും എൻ്റെ കൂടെ ആ ജേണിയിൽ ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്ന ഒരു ജേണി പറഞ്ഞില്ലേ, 1 ഇയർ ആയിട്ട്. എന്നിട്ടും അവൾക്കും ഒരു കംപ്ലീഷൻ കിട്ടാത്ത പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവളടുത്ത് പറഞ്ഞു, നീ ഇപ്പോ നിന്റെ ആ കറന്റ് ട്രോമയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നിന്റെ പാസ്റ്റില് ഇങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടിൽ നീ ഇങ്ങനെ ഇരിക്കണ കാരണം നിനക്ക് ഇപ്പോ പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം ആ പാസ്റ്റിലെ ആ ഇമോഷൻസ് നീ ഹീൽ ചെയ്യണം. അപ്പൊ അതിന് ഈ EFTയിലൂടെ വന്നാൽ തന്നെ നിനക്കത് സാധിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇതിനകത്തുനിന്ന് ഒരു മാമിനെ വിളിച്ച് അവൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യാനുള്ളവരോടും ഇനി ജോയിൻ ചെയ്യാത്തവരോടും EFT എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. അത് എന്താ പറയാ, അത് നമ്മൾ അത്രയും വില്ലിങ്നെസ്സോട് കൂടി ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ലഭിക്കും. മാം പല കോഴ്സുകളും ചെയ്തതാണ്. സോ അതൊന്നും എഫക്റ്റീവ് ആയിട്ട് കാണാത്തതുകൊണ്ടാണ് ഈ EFT ചെയ്തതില്ല. എന്താണ് ആ കോഴ്സും ഈ EFT കോഴ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്തത്? ആ കോഴ്സിൽ കോമൺ ആയിട്ട് നമ്മൾ
ഇങ്ങനെ മിറർ പ്രാക്ടീസ് മിററിൽ നോക്കി നമ്മൾ നമ്മളുടെ തന്നെ ആ ബോധതലത്തിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ ഉപബോധ തലത്തിലും കൂടി നമ്മൾ പോകുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. അതായത് നമ്മളിപ്പോ ഈ EFT പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ടാപ്പിങ്ങിനിടയിൽ നമുക്ക് ഇപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ടാപ്പ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യം എടുക്കുമ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിന്റെ മുൻപത്തെ കാര്യം ആലോചിച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ മുൻപത്തെ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരും. അപ്പൊ നമ്മൾ അത് ഹീൽ ചെയ്യും. അത് ഹീൽ ചെയ്യാണ്ട് നമ്മൾ ഇപ്പോഴത്തെ കാര്യം ഹീൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ ആ റൂട്ട് കോസ് ഹീൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് നിലവിലുള്ള ആ ബ്ലോക്കുകൾ മാറുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ആ ഒരു 42 days ആണ് ടോട്ടൽ ഈ കോഴ്സ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഉണ്ട് മാഡം. ഞങ്ങള് എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഗ്രൂപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകണം. അതിനകത്ത് 3 ലീഡേഴ്സ് വരണം. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ഇതുപോലെ തന്നെ അടുത്ത ഒരു ഇന്റൻഷൻ വെച്ച് 21 days പ്രാക്ടീസ് ചെയ്യണം. അത് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയാലാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നിർത്താൻ പാടില്ല. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അതിനുള്ള എല്ലാ ടൂൾസും നമുക്ക് ഇതിൽ തരുന്നുണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വേണം. കാരണം അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പിടിവള്ളിയും കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അല്ലാണ്ട് ഒരു കോഴ്സ് അത് തീർന്നു എന്നുള്ളതല്ല. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഒറ്റയ്ക്ക് തന്നെ നമുക്ക് അത് ചെയ്യാനും സാധിക്കും. ഒരു പ്രശ്നം ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു നിമിഷത്തില് മാമിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാനുള്ളത് ആരടുത്തൊക്കെയാണ്? മെയിൻ ആയിട്ട് ഞാൻ ഈ ഷാഫി സാറിന്റെ ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ പറഞ്ഞോളൂ എൻ്റെ ആ മാഡത്തിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ആ മാഡത്തിനെ കണ്ടുമുട്ടാൻ സാധിച്ചതിനും അതിൽ നിന്ന് കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിനും ഞാൻ ആ മാഡത്തിനോട് തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ് ആദ്യം പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഷാഫി സാറിന്റെ ക്ലാസ് ഭയങ്കര അമേസിങ് ക്ലാസ് ആയിരുന്നു. പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും തോറും നമുക്ക് ഒരുപാട് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തെടുക്കാനുണ്ടാവും. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. പിന്നെ എനിക്ക് എൻ്റെ മെന്റർ ഹാജറ മാമിന്റെ ഓരോ വോയിസ് നോട്ടുകളും EFT ടാപ്പിംഗ് ചെയ്യാനായി നമുക്ക് അയച്ചു തരുമ്പോൾ നമ്മൾ അതിനകത്ത് മാഡത്തിന്റെ ശബ്ദവും ആ ഒരു ആംബിയൻസും എല്ലാം നമുക്ക് ശരിക്കും ആ ഒരു ഇഫക്റ്റ് തരുന്നുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ, ഈ ഒരു EFT കോഴ്സ് ആരായാലും ഇതിന്റെ പുറകിലുള്ള എല്ലാവർക്കും ഞാൻ അതിന് നന്ദി പറയാം. താങ്ക് യു സോ മച്ച് മാം. ഒരുപാട് കാര്യങ്ങൾ മാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും മാമിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട്സ് ക്ലിയറൻസ് ടൈമാണ്. സോ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മാമിന്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാം. ഗുഡ് മോർണിംഗ് മാം, റഷീദ മാം. ഗുഡ് മോർണിംഗ്. ഞാൻ ബാച്ച് 5 EFT ചെയ്തതാണ്. എൻ്റെ പേര് ഉമൈബ. നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇറ്റ്സ് മീ റിയൽ മീ എന്നുള്ള പ്രോഗ്രാമിൽ കേൾക്കുന്ന സമയത്ത് ഓരോരുത്തരും ഇങ്ങനെ സക്സസ് ആയി ഹാപ്പി ആയി സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ള ഷാഫി ഇൻസ്പയേഴ്സ് എന്നായിരുന്നു ആദ്യം പേര്. എനിക്കിപ്പോഴും അത് തന്നെയാണ് സന്തോഷം, ഷാഫി സാറുടെ ക്ലാസ് അല്ലെങ്കിൽ ഷാഫി സാറുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ. അപ്പം എന്തായാലും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര ഇൻസ്പിറേഷനാണ്. കാരണം ഇതിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരും കുറേ സഫർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അവർക്ക് നമ്മൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് അതല്ല വെച്ചാൽ അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് അത് നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരു കാര്യം പ്രസന്റ് ചെയ്യുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ എന്താണ്, നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാം അത് കറക്റ്റായിട്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അത് എങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാം എന്നുള്ള അതും ദെൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതും മറ്റുള്ളവർക്ക് അറിയിക്കാനും ഒക്കെ പറ്റി. എന്തായാലും
മാമിന് ജീവിതത്തിൽ നല്ലത് വരട്ടെ. കൂടെ ഷാഫി സാർക്കോ ഷാഫി സാറിൻ്റെ ടീമിനും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. പിന്നെ എന്നെ ഈ കോഴ്സിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഒരു അസ്മ മാമാണ്. അപ്പം നമ്മൾക്ക് എപ്പോഴും നമ്മളിതിലേക്ക് എത്തിച്ച ആൾക്കാരോട് എപ്പോഴും ഒരു നന്ദി ഉണ്ടാവും. കൂടെ ഇടയ്ക്കൊക്കെ ഷാഫി സാറെ ക്ലാസ്സിലേക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെച്ചാലും ഇടയ്ക്കൊന്ന് ഇടയിൽ എന്തെങ്കിലുമൊക്കെ കയറി പറയുക എന്നുള്ളത് എൻ്റെ ഒരു സ്വഭാവമാണ്. കാരണം നമ്മളിവിടെ ഉണ്ട്, നമ്മളും ഷാഫി സാറെ സ്റ്റുഡൻ്റ് ആണ്, നമ്മൾ ഇതുകൊണ്ടാണ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്കൊരു പ്ലാറ്റ്ഫോം എത്തിച്ചു തന്നത് സാറാണ് എന്നുള്ളതും ഒക്കെ. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. കൺഗ്രാറ്റുലേഷൻ മാം, നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നതിന്, നല്ലൊരു മെന്റർ, കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ സ്റ്റാഫ്, എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്കിതിന്റെ കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു തന്നത്, ഞാൻ പേഴ്സണലി ആദ്യം കണക്ട് ചെയ്തത് അസ്മ മാഡത്തിനെ ആയിരുന്നു. അപ്പൊ ആ മാഡം എനിക്കിങ്ങനെ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇതിലൂടെ വന്ന ആളുകളുടെ പേരുകൾ പറഞ്ഞത് എനിക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും കയറി കിട്ടണം എന്നതിന്റെ ഒരു ആഗ്രഹമായിരുന്നു. മാഡം കൂടി എന്നെ നന്നായി പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മാഡത്തിന് ഞാൻ നന്ദി പറയാണ്. ഈ ടീമിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, മോർണിംഗ് മെഡിറ്റേഷൻ, മാജിക് പ്രാക്ടീസ് ചെയ്യുന്ന സാർ, അങ്ങനെ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. ഫെബിന മാമും ഞങ്ങളുടെ ക്ലാസ് ഒരുപാട് ഞങ്ങൾക്ക് ഹീലിംഗ് സെഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ മാഡത്തിനും എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച് റഷീദ മാം, ആൻഡ് താങ്ക് യു ഉമൈവ മാം, കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോ ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഗുഡ് മോർണിംഗ് റഫീഖ്. ഞാൻ ഈ ബാച്ചിൽ EFT ചെയ്യുന്ന ആളാണ്. മാഡത്തിനോട് ചോദിക്കാനുള്ളത്, മാഡത്തിന്റെ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ പറഞ്ഞു ഫുള്ള് ഞാനിത് ചെയ്യാനായിട്ട് ഫുള്ള് റെഡി ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു 12 ദിവസം അത് ചെയ്ത സമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കലും അതൊരു നമുക്ക് വർക്കൗട്ട് ആവുമോ അങ്ങനെ എന്തെങ്കിലും തോട്ട് വന്നിട്ടുണ്ടോ? എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതുണ്ട്, അതോ ഫുൾ ടൈം പോസിറ്റീവ് ആയിരുന്നു എന്നുള്ളതാണ്. മീൻസ് ചില സമയം നമ്മൾ വേറെയും ജോലികളിൽ ഇതായതുകൊണ്ട് പല കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടേ. അതുകൊണ്ട് മാഡത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ ആ ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, കൺഫ്യൂഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഇതിന് സമയം കണ്ടെത്താൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് മാക്സിമം നോയമ്പായതുകൊണ്ട് മാത്രം ഉച്ചയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോ മാക്സിമം ഞാൻ ഉറക്കളച്ചിരുന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടാ, ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഞാൻ, കാരണം ഇതിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടും നമ്മുടെ പാർട്ടും കൂടി നമ്മൾ ക്ലിയർ ആക്കണമല്ലോ. നമ്മളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തു നിന്നും കൂടി നമ്മൾ ക്ലിയർ ആക്കിയാൽ മാത്രമാണ് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ അത്രത്തോളം ഈ ഒരു ചാൻസ് കിട്ടി അത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ അതിൽ വന്നത്. ഒരു തവണ പോലും ഒന്നും മിസ്സാക്കരുതെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ പരമാവധി ഞാൻ ഇത് അത്രയും ഇൻതൂസിയാസ്റ്റിക് ആയിട്ടാണ് ഇത് ചെയ്തിരുന്നത്. ഒരിക്കലും പുറകോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ ചോദിക്കാൻ കാരണം മാഡം നേരത്തെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ഞാനും കറക്റ്റ് അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മീൻസ് ഇങ്ങനെ ഇപ്പൊ ഈ EFTയിലോട്ട് വരാനൊരു സ്പെഷ്യൽ കാരണമുണ്ട്, സ്പെഷ്യൽ റീസൺ ഉണ്ട്. അല്ലാണ്ട് തന്നെ എൻ്റെ ഒരു ജോബിന്റെ മേഖലയിൽ ഈ അഫർമേഷൻ ആയിരുന്നാലും നമ്മുടെ ഒരു മെഡിറ്റേഷൻ ഒരുപാട് സംഗതികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് ഒരു പേരിന് എന്തോ കാട്ടിക്കൂട്ടൽ ചെയ്ത് പോകുന്നത് പോലെയാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഇതിനകത്ത് വന്നപ്പോൾ കുറെ ചേഞ്ചസ് ഉണ്ട്. എന്നാലും സ്റ്റാർട്ടിങ് ആണല്ലോ, കുറെ ഉള്ളിൽ ഒരുപാട്. ഇപ്പം മാഡം എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഒരു 12 ദിവസം കഴിഞ്ഞിട്ട് മെന്ററിന്റെ സപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അത് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൽ വെയിറ്റ് ചെയ്യാണ്. സത്യം, ഈ 12 ദിവസത്തെ കോഴ്സ് കഴിഞ്ഞാലും നമ്മൾ ശരിക്കും ഫീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെന്ററിന്റെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോകുമ്പോഴാണ്. നമുക്കൊരു കോൺഫിഡൻസും ഒരു വില്ലിങ്നെസ്സും എല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. എന്തായിരുന്നാലും നല്ല എക്സ്പീരിയൻസ് ഷെയറിംഗ് ആയിരുന്നു. നമുക്ക് പറഞ്ഞതുപോലെ ഡൗട്ട് അടിച്ചും അല്ലെങ്കിൽ പറ്റുമോ ഇല്ല ഇങ്ങനെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, എൻജോയ്.
താങ്ക് യു താങ്ക് താങ്ക് യു. അപ്പൊ എനിക്കും ഇതിൽ അവസരം തന്ന ഓരോരുത്തരുണ്ട്. അസ്മാമൻ തന്നെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരുപാട് നാളായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഷാഫി സാറിനെ ഞാൻ ഒരുപാട് നാളായിട്ട് ഷാഫി സാറിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട്. പക്ഷെ ഇപ്പോഴാണ് അതിനൊരു അവസരവും ഭാഗ്യവും കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് പോസിറ്റീവായിട്ട് വേണം എന്നുള്ളൊരു നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പോലും ചോദിച്ചത്. അപ്പോൾ ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ നമ്മളും കമ്മിറ്റഡ് ആയിരിക്കണമല്ലോ. നമ്മൾ പറയുന്ന ജോലികൾ, പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യണമല്ലോ. പക്ഷെ അത് എനിക്ക് യു. എന്തുകൊണ്ടോ ഭയങ്കര ഡിസ്റ്റർബ് തോന്നുന്നുണ്ട്. ഡിസ്റ്റർബ് മീൻസ് ചെയ്യാത്തത് കൊണ്ടുള്ള വിഷമം വരുന്നുണ്ട്. ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല, അതുകൂടെ ചെയ്യണം. ആദ്യം അത് ഹീൽ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കിത് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഹീൽ ചെയ്യേണ്ടത് അതാണ്. അത് ഇതിനകത്ത് നമ്മുടെ മെന്റേഴ്സ് പറഞ്ഞു തരും. അതാദ്യം ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. യെസ്, റഷീദ മാം പറഞ്ഞത് ശരിയാണ്. നമുക്ക് പ്രാക്ടീസിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മടി, അല്ലെങ്കിൽ ടൈം ഇഷ്യൂ, എല്ലാം നമുക്ക് ഈ ഒരു പ്രോബ്ലം ഹീൽ ചെയ്യാൻ പറ്റും. ഓക്കെ റഫീഖ് സർ, നിങ്ങൾക്ക് അത് ഇനി പ്രാക്ടീസുകൾ വരും. നിങ്ങൾ പ്രാക്ടീസുകൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ ഹീലാകും. നിങ്ങൾക്ക് ആ ഒരു നല്ലൊരു ഫ്ലോയില് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാക്ടീസുകൾ ഡെയിലി ചെയ്യാൻ പറ്റും. സോ ഓക്കെ അതിൽ മാം. യു ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു റഷീദ മാം. താങ്ക് യു. സാർക്ക് ഞാനൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. യെസ് മാം. ഹലോ. സാർ, ഞാൻ 5th ബാച്ചിലാണ്. അപ്പം നമുക്ക് ഈ 12 ദിവസത്തെ ക്ലാസ്, ദെൻ 30 ദിവസത്തെ മെന്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോഴ്സ് തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ മനസ്സിൽ നമ്മുടെ ഈ കാര്യങ്ങൾ മൊത്തം ഹീലാവോ, നമ്മുടെ ഹീലിംഗ് ബുക്കിൽ കുറെ ട്രോമാസും കാര്യങ്ങളും എഴുതി വെച്ചപ്പോൾ ഇങ്ങനെ കുറെ ചെയിനായിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കത് ഹീലാവോ, ഇത് പെട്ടെന്ന് തീരില്ല, അപ്പൊ നമുക്ക് ഇനി മെന്റർ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഇത് ഇതാവോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കോളേജിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ഒരു 5 ദിവസം ലീവ് ഒക്കെ എടുത്തിട്ട് ഇരുന്നിട്ടാണ് നമ്മൾ ഹീൽ ചെയ്തിരുന്നത്. എന്നിട്ട് തീർന്നില്ല. പക്ഷെ ഈ ചില സമയങ്ങളിൽ 5 നേരം നിസ്കരിക്കുന്ന ടൈമിൽ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു പ്രാക്ടീസ്, ഏതെങ്കിലും ഒരെണ്ണം ഫാസ്റ്റ് ആയിട്ട് ഹീൽ ചെയ്യും. അപ്പൊ കുറച്ചിങ്ങനെ അങ്ങനെ നമ്മൾ സ്റ്റെപ്പായിട്ട് ചെയ്തു. പക്ഷെ അതിന് ശേഷമാണ് മനസ്സിലായത് നമുക്ക് ഈ 12 ദിവസം 1 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും നമുക്ക് മെന്റൽ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതും, നമുക്കത് ഹീൽ ചെയ്യാൻ പറ്റും, നമ്മളെപ്പോഴും ഈ കമ്മ്യൂണിറ്റി ആയിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതും, നമ്മൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അതിന് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതും. അപ്പം നമുക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ച് ഇതിന് ഇരുന്നാൽ, ഒരു 2-3 ദിവസം ഇരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്കതിന് ടൈം എത്തും, നമ്മൾ അതിലേക്ക് എത്തും. അപ്പം സാർ അങ്ങനെ ഒരു വിഷമം ഉണ്ടെന്നുണ്ട് വെച്ചാൽ അതൊന്ന് ജസ്റ്റ് ഹീൽ ചെയ്ത്, ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള കാര്യം ഒന്ന് ഹീൽ ചെയ്ത്, ഒരു കാര്യം എടുത്ത് ഹീൽ ചെയ്യുമ്പോൾ അതൊന്നും കൂടി സെറ്റ് ആവും. പിന്നെ സാറുടെ കാര്യങ്ങൾ സെറ്റ് ആവുന്നത് വരെ നമ്മുടെ ഈ മെന്റേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടാവും, നമ്മുടെ ഗ്രൂപ്പുമായിട്ട്. കാരണം ഞാൻ 5th ബാച്ചിലുള്ളതാണ്. അപ്പൊ 5th ബാച്ചിൽ ഇപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു, നമുക്ക് സപ്പോർട്ട് ഉണ്ട്. പസ്മ മാം ആണെങ്കിലും നമുക്ക് എന്താണ് വിശേഷം, നമ്മൾ സുഖല്ലേ, എന്തെങ്കിലും എന്തൊക്കെയാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇട്ട് ചോദിക്കുക. ഇനി നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു ബുദ്ധിമുട്ട് ഹീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെച്ചെങ്കിൽ അത് നമുക്ക് ഹാജറ മാമ, അതല്ല വെച്ചെങ്കിൽ നമ്മുടെ ഇവിടെ എല്ലാം ഏതെങ്കിലും ടീം മെമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്തായാലും സാറുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അത് സക്സസ് ആവും, ഹാപ്പി ആവും. സാറ് ഇപ്പോഴത്തെ കറണ്ട് ബാച്ച് ആയതുകൊണ്ട് മാത്രം അത് തോന്നുകയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, മിറാക്കിൾ സംഭവിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇൻഷാ അള്ളാ. താങ്ക് യു മീവ മാം ആൻഡ് താങ്ക് യു റഫീഖ് സർ. അപ്പോ റഫീഖ് സാറിന്റെ ഒരു റിസൾട്ട് ഷെയറിംഗ് സെഷനും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം, സത്യം. യെസ്. ഇൻഷാ അള്ളാ. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ റഷീദ മാമിന് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. മാമിന് പല സെഷൻസിലും ഞാൻ കാണാറുണ്ട്, വീഡിയോ ഓൺ ആക്കിയിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. സോ ആ പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് എല്ലാവർക്കും നല്ല നല്ല റിസൾട്ടുകൾ ഉണ്ടാവട്ടെ. റഷീദ മാമിന്റെ അതെ ഫുൾ എല്ലാ
സക്സസും ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വിഷ് യു ഓൾ എ വണ്ടർഫുൾ ഡേ. താങ്ക് യു. Thank you. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.